ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നതാ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഒരു പുതിയ വ്യൂവർ എന്നുള്ള രീതിയിൽ, അതായത് ഒരു പുതിയതായിട്ട് ഫുട്ബോൾ കാണുന്നുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും എന്താ പറയാ, മെസ്സി 3 ഗോൾ അടിച്ചു, റൊണാൾഡോ 3 ഗോൾ അടിച്ചില്ലെന്ന് പറഞ്ഞാൽ കുറ്റം പറയത്തില്ല. രണ്ടുപേരും ലെജൻസാ, അതെനിക്ക് അറിയാം. കാരണം രണ്ടുപേർക്ക് വേണ്ടി തർക്കിക്കുന്നുണ്ടെങ്കിൽ, ആൾക്കാർ തർക്കിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ലെജൻസാ. അത് ഈ ഫാൻ ബേസ് ഉള്ള ആൾക്കാർ തമ്മിൽ അടി വരുള്ളൂ. പക്ഷെ ഇന്നലത്തെ കളിയിൽ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അത് ശരിയാ. ഇന്നലത്തെ കളിയിൽ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ആ ഒരു ചിലർക്ക് ബാഡ് ഡേ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ബാഡ് ഡേ ആയിരിക്കും. എൻ്റെ ടൂർണമെന്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ടൂർണമെന്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെതായിട്ടുള്ളൊരു ഇത് പറയുന്നതായിരിക്കും. പക്ഷെ ഇന്നലെ അണ്ണ റൊണാൾഡോ or മെസ്സിയുടെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരു കളി വെച്ച് എങ്ങനെയാണ് ജഡ്ജ് ചെയ്യണേ? ഞാൻ ഒരു സ്പോർട്സ് ഫുട്ബോൾ കാണത്തില്ലെങ്കിൽ സ്പോർട്സ് ഞാൻ കംപ്ലീറ്റ്ലി ഇത്രയും നാൾ കുറെ നാളായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഡൈഹാർഡ് ധോണി ഫാനാ. ധോണിക്ക് ഒന്നും അടിക്കാതെ മറ്റേ ധോണി ചുമ്മാ വീശിയിട്ട് പോയ ദിവസങ്ങളുണ്ട്. എന്ന് കരുതി പുള്ളി ഒരു മോശം പ്ലെയർ ആണെന്നാണ് അർത്ഥം. അങ്ങനില്ല. അത് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഇന്നലത്തെ കളി ആക്ച്വലി ഇന്നലെ ഞാൻ ഈ കമന്ററി ഒക്കെ കേട്ടപ്പോഴാണ്, എനിക്ക് ടീമിനെ പറ്റിയൊന്നും അറിയത്തില്ലല്ലോടാ. അപ്പോൾ ഇന്നലത്തെ കമന്ററി ഇതൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ, മറ്റേ 54 വർഷത്തിന് ശേഷം അവർ കളിക്കുന്നു, അവർ ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്യുന്നു. അത് ഇത്രയും വലിയ ടീമിനെതിരെ അവർ ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വലിയ അച്ചീവ്മെന്റാണ്. പക്ഷെ ഓൺ ദ സെയിം സൈഡ് നോക്കിയാൽ പോർച്ചുഗലിനെ പോലെ ഫാൻ ബേസ് സ്ട്രെങ്ത് ഉള്ള ഒരു ടീം ഇന്നലെ അങ്ങനെ അല്ലായിരുന്നു കളിക്കേണ്ടത്. കുറച്ചും കൂടി നന്നായിട്ട് അഗ്രസീവായിട്ട് കളിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇന്നലെ അവര് ഭയങ്കര സ്ലോ ഡൗൺ ആയിട്ട് കമന്ററിയിൽ അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒതുങ്ങിയാണ് അവർ കളിക്കുന്നത്, ഇതായിട്ട് കളിക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങള് പക്ഷേ വേറെ ഒരു കാര്യം കൂടെ പറയണം. ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് പോർച്ചുഗൽ ഫാൻസ് ആയിട്ടുള്ള എല്ലാവരും പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ ഈ വട്ടത്തെ കിടിലൻ ടീം ആയിരിക്കുമെന്ന്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ഗെയിം അല്ല ഇന്നലെ കണ്ടത്. അതെനിക്ക് പറയണം തോന്നി. കാരണം ഇന്നലെ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് എല്ലാവരും അതിനകത്തുണ്ട്. ലൈക്ക് മിഡ്ഫീൽഡ്, മറ്റേ സ്ട്രൈക്കർ ആണെങ്കിലും അല്ലെങ്കിൽ ഡിഫൻഡേഴ്സ് ആണെങ്കിലും എല്ലാവരും കിടിലമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പം ഇവരുടെ ഫോം ഈ ഒരു ലെവലിൽ വെച്ചൊക്കെ കളിക്കുവാണെങ്കിൽ സ്പെയിനും ജർമ്മനിയുടെ ഒക്കെ എടുത്ത് പോയാൽ അവന്മാർ പ്ലക്കും, ഉറപ്പാണ്. ഒരു സംശയവും ഇല്ല, അല്ലേ? എനിക്ക് വലിയ ഫുട്ബോളിന് കാണാനൊന്നും ഇല്ല, എന്നാലും ഞാൻ ഇതുവരെ കണ്ട കളികൾ വെച്ച് പറയുവാണ്. മനസ്സിലായ? അപ്പൊ അത് ആ ഒരു സാധനം ആണ്. അതുകൊണ്ട് ഇല്ല, അവർ കമ്പാക്ക് അടിക്കുമായിരിക്കും. എല്ലാ ടീമും തിരിച്ചു വരുമായിരിക്കും. ഇനിയായിരിക്കും ചിലപ്പോൾ കമ്പാക്ക് ഒക്കെ അടിക്കണേ, പറയാൻ പറ്റൂല. അപ്പൊ എന്തായാലും അത് വിടാം. കളി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ഇരുന്നത്, ലൈവ് ഇടാൻ. അതുകൊണ്ട് ഞാൻ കളിയെ പറ്റി പറഞ്ഞല്ലോ, അതെ മറ്റേ കളിയെ പറ്റി ഇതൊക്കെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്, മലയാളം കമന്ററി ആണോ നിങ്ങളൊക്കെ കേൾക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മലയാളം കമന്ററിയില് ഷൈജു ദാമോദരനും IM വിജയനും രണ്ടുപേരും കൂടെ ചേർന്ന് കമന്ററി പറയുമ്പോ IM വിജയനെ കംപ്ലീറ്റ്ലി പുള്ളി ഇഗ്നോർ ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളി എന്തേലും പറഞ്ഞു വരുമ്പോ ഷൈജു ദാമോദരൻ മൈൻഡ് പോലും ചെയ്യൂല, അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സത്യമായിട്ടും. ഞാൻ മലയാളം കമന്ററി കണ്ടോണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. പുള്ളി എന്തേലും സംസാരിച്ചു വരുമ്പം മൈൻഡ് പോലും ചെയ്യില്ല പുള്ളി, അതിന്റെ ബാക്കി പറയാൻ പോലും നിൽക്കൂല. പുള്ളി ഇഗ്നോർ ചെയ്യണത്. പക്ഷെ പുള്ളി ഒരു ലെജൻഡാണ്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ അങ്ങനത്തെ ഒരു പ്ലെയർ വരാന്ന് പറഞ്ഞാൽ ലൈക്ക് പുള്ളി. പക്ഷെ കമന്ററിയിൽ പുള്ളി പറയണ കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ സംസാരിക്കണത് പോലെയാ ആ കമന്ററി കേൾക്കുമ്പോ. അത് എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് അറിഞ്ഞൂടാ, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ തോന്നിയത് എനിക്ക് അറിഞ്ഞൂടാ. അത് കാണുമ്പോ എന്തോ ഒരു വിയേർഡ്നെസ് പോലെ സത്യം പറഞ്ഞ. ഈ കമന്ററി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, ഒരു ഫ്ലോ ഉണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് അല്ലേ ദിലിൻ എന്ന് പറയാം, യെസ് യെസ് ഒബ്വിയസ്ലി അത് പറഞ്ഞ അങ്ങനത്തെ ഒരു ഫ്ലോ ഉണ്ടല്ലോ. ആ സാധനം അവര് തമ്മിൽ ഇല്ല. അതാണ് പ്രശ്നം. നോട്ട് ടർഫ് ഫോർ TV. എടാ ഞാൻ കണ്ടടാ, എന്റെ ഒരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ. ഞാൻ ഒരു കിടിലൻ ടീം ബിൽഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കൂടെ കളിക്കാൻ ആളില്ലെന്ന് പറഞ്ഞാൽ, ടർഫ് കളിക്കാൻ പോലും ആളില്ലെന്ന് പറഞ്ഞാൽ, സിറ്റിയിലോ വാറില്ല, PVP ടർഫ് വരുമ്പോ PVP വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവനാ ഞാൻ കണ്ട വെടിവീരന്മാരെ അവന്മാരെ എല്ലാം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നപ്പോ ടർഫ് വിളിക്കാൻ ആളില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ 2 ടർഫ് മാത്രം വിളിച്ചിട്ടില്ല ആരും. ഈഗോ ക്ലാഷ് ആയിരിക്കും. അയ്യോ അതൊരു വലിയ സത്യമാണ് കേസ്. ഞാൻ പറയാമല്ലോ, നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളതാ നേരത്തെ. ഈ കോമ്പറ്റീറ്റീവ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഗെയിമിന് വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് സെനാറിയോയിൽ ഒരു ടീം ബിൽഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു 10 വെടിവീരന്മാരെ ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. സിനർജിയുള്ള ഒരു കളിക്ക് അറിയാവുന്ന 2 പേര് മതി, 3 പേര് മതി ടീം മുന്നോട്ട് കൊണ്ടുപോകും. ഒരുത്തനെ ചുമ്മാ അഴിച്ചു വിട്ടാലും കുഴപ്പമില്ല. ഈ വലിയ കളിക്ക് അറിയാവുന്നവരെ ഒരുമിച്ച് കൊണ്ടിട്ടിട്ട് കാര്യമില്ല. ഈഗോ ക്ലാഷ് ആവാതെ
ഈ പറയണത് പോലെ ഒരു സിനർജി എന്ന് പറയുന്ന സാധനമാണ് എല്ലാത്തിലും. കോമ്പറ്റീറ്റീവ് സെനാറിയോ, അതിപ്പോൾ സ്പോർട്സ് ആയിക്കോട്ടെ, ഗെയിം ആയിക്കോട്ടെ, എന്തായാലും എന്തിലാണെങ്കിലും അതിൽ സിനർജി എന്ന് പറയുന്ന സാധനത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. മനസ്സിലായോ? അതില്ലെങ്കിൽ ഒന്നിലും നടക്കൂല ഒരു കാര്യത്തിലും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. ഇന്ന് രാത്രി എന്തായാലും ലൈവ് ഉണ്ടാവും, ഇന്ന് RP ഉണ്ടാവും, അതുപോലെ തന്നെ ഇതും നമ്മുടെ ജെയിംസ് ബോണ്ട് ബാക്കി കളിക്കണം. അപ്പോൾ അത് രണ്ടും ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടല്ലോ ഓൾറെഡി. സ്റ്റോറി ഇട്ടിട്ടുണ്ട്. 30 കൊണയാണെണ്ണ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന്മാർക്ക് ഞാൻ സിറ്റിയിൽ വന്നതിന് ശേഷം എപ്പോഴെങ്കിലും നിങ്ങൾ ഈ Z30 ഞാൻ മറ്റേ മോശമായിട്ടോ ഇവന്മാരെ ടാർഗറ്റ് ചെയ്തോ? ഞാൻ കഴിഞ്ഞ വാറിന് പോയപ്പോൾ പോലും അവരുടെ അടുത്ത് ഓൾ ദ ബെസ്റ്റ്